ആ മോളെ, ഇല്ലല്ല വാപ്പച്ചി ഇവിടെ ഉണ്ട്. അതോ വാപ്പച്ചിന് കയ്യിൽ പൈസ ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യും? പെൻഷൻ കിട്ടിയില്ല. പെൻഷൻ വന്നാൽ വാപ്പച്ചി പെട്ടെന്ന് അയക്കട്ടോ പൈസ. ഓ ഓക്കെ ഓക്കെ. എനിക്കെന്താ പ്രശ്നം? എന്റെ മുഖത്തൊരു മാട്ടം. എന്ത് ചെയ്യാനോ മോള് കോളേജിൽ നിന്ന് വിളിച്ചു. ഓക്ക് ഫീസ് അടിക്കാൻ സമയമായി. എന്റെ കയ്യിൽ പൈസ ഇല്ല, വണ്ടിക്കാണെങ്കിൽ പണിയില്ല, പെൻഷനും കിട്ടിയില്ല. പിന്നെ ഞാൻ എങ്ങനെയാ ഫീസ് അടിക്കാൻ? കിട്ടിയില്ല. അമ്മയെ പറഞ്ഞില്ലേ എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ശരിയായി? എന്തെല്ലാം ശരിയായി എന്ന് ഒന്ന് ആലോചിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. നമ്മൾ നിർണായകമായ തെരഞ്ഞെടുപ്പിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും സജീവമായി പ്രചരണ രംഗത്തൊക്കെ ഇറങ്ങേണ്ടതുണ്ട്. ഇന്ന് വൈകിട്ട് 7 മണിക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ട്. എല്ലാവരും സജീവമായി ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ അറിയിക്കുകയാണ്. യുഡിഎഫിന് തെരഞ്ഞെടുപ്പ് ഫണ്ട് ഇല്ലേ? അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇവര് ഇലക്ട്രൽ ബോണ്ടും ഇപ്പൊ പറഞ്ഞാല് സോണിയാഗാന്ധിക്കെതിരായി തെരഞ്ഞെടുപ്പ് ഈ കേസ് വന്നു, പ്രിയങ്ക ഗാന്ധിക്കെതിരായി കേസ് വന്നു, രാഹുൽ ഗാന്ധിക്കെതിരായി കേസ് വന്നു, റോബർട്ട് വാദ്രയ്ക്കെതിരായി കേസ് വന്നു. ഈ കേസിലൊക്കെ തന്നെ 150 കോടി രൂപ DLF കമ്പനിക്ക് കൈക്കൂലി അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിട്ടാണ് ഇപ്പൊ അവര് തൽക്കാലം ഒതുങ്ങി നിൽക്കുന്നത്. ഇതെന്താന്ന് പറഞ്ഞാല് ഇപ്പോ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് കേരളത്തിൽ ഒന്നും നല്ല പ്രവർത്തിക്കാൻ ഫണ്ടില്ല. ഫണ്ടില്ലാത്തതുകൊണ്ട് എന്താ പറഞ്ഞാൽ ഇപ്പൊ അവര് പിരിവ് തുടങ്ങാൻ വേണ്ടി പോവാ. അപ്പൊ ആകെപ്പാട് തന്നെ ഈ ഇവരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഒരു മാന്യത വന്നിട്ടുണ്ട്. എന്താ മാറ്റാ നിങ്ങളുടെ പ്രശ്നം? പെൻഷൻ കിട്ടിയോ? പെൻഷൻ ഇല്ല, ഒന്നുമില്ല. മോള് കോളേജിൽ നിന്ന് വിളിച്ചു. പെൻഷൻ കിട്ടും നമുക്ക് പഠിച്ചിട്ട്. ജമാൽക്ക, നമുക്ക് കേന്ദ്രം തരാനുള്ള 56,400 കോടി രൂപ നമുക്ക് സംസ്ഥാനത്തിന് തരേണ്ടതുണ്ട്. നമ്മൾ കൊടുക്കുന്ന നികുതി വിഹിതം അത് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ കേരളത്തെ സാമ്പത്തികമായി ഞെക്കിക്കൊല്ലുകയാണ്. അതിനെതിരെയാണ് നമ്മൾ LDF ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ സമരം ചെയ്തത്. അപ്പോൾ ഒരു മാസത്തെ പെൻഷൻ മാർച്ച് മാസം നമുക്ക് കിട്ടിയില്ല. ഇനിയും 2 മാസത്തെ പെൻഷൻ കൂടി ഏപ്രിൽ മാസം കിട്ടും. പെൻഷനൊക്കെ കിട്ടും. നിങ്ങൾ ബേജാറാണ്ട, എല്ലാ കാര്യവും ശരിയാവും. അത് തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതിനെതിരെ നമ്മൾ അതിശക്തമായി പ്രവർത്തിക്കണം. അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ഒരുപാട് ചിഹ്നങ്ങൾ കണ്ടേക്കാം. സുന്ദരമായ ഒരു ചിഹ്നമുണ്ട്, അരിവാൾ ചുറ്റിക നക്ഷത്രം. നമ്മുടെ ബഹുമാനിയായ KK ശൈലജ ടീച്ചർക്ക് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ വോട്ടുകൾ ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് പറഞ്ഞയക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങള് ഓട്ടോറിക്ഷ തൊഴിലാളികളും ഒരുവട്ടം കലാകാരന്മാരും അണിയിച്ചൊരുക്കുന്ന ഈ കലാസൃഷ്ടി കണ്ട് ഈ ഇന്ത്യയുടെ അവസ്ഥ വിലയിരുത്തണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. വോട്ട് ഫോർ LDF.